കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ ഹാച്ചറിയുടെ നിർമ്മാണം പുതിയങ്ങാടിയിൽ പുരോഗമിക്കുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പുതിയങ്ങാടിയുടെ മത്സ്യബന്ധന മേഖലയ്ക്ക് അത് പുതിയ നാഴികക്കല്ലാകും. 5 കോടി രൂപ വകയിരുത്തിയ പദ്ധതി സർക്കാർ സ്ഥാപനമായ CMFRIയുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ ഹാച്ചറിയുടെ നിർമ്മാണമാണ് പുതിയങ്ങാടിയിൽ പുരോഗമിക്കുന്നത്. കർഷകർക്ക് ഗുണനിലവാരമുള്ള മത്സ്യവിത്തുകൾ ലഭ്യമാകുന്നില്ല എന്നതായിരുന്നു മത്സ്യവിപണിയുടെ വികാസത്തിന് പ്രധാന തടസ്സം. ഈ കുറവ് പരിഹരിക്കുന്നതിനായി 50 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കാനുതകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇതോടൊപ്പം 50 ലക്ഷം കല്ലുമ്മക്കായ വിത്തും ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിത്തുൽപാദനത്തിനാവശ്യമായ മോഡുലാർ ഹാച്ചറി സൗകര്യങ്ങളും കടൽ മത്സ്യങ്ങളുടെ വിത്തുൽപാദനത്തിനും സംരക്ഷണത്തിനും ആവശ്യമായ ലൈവ് ഫീഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്, ആൽഗൽ കൾച്ചറൽ യൂണിറ്റ് തുടങ്ങിയ സംവിധാനങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ കെട്ടിടം പ്രവൃത്തിയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. തീരദേശ മേഖലയുടെ വികസനത്തിന് കൂടി കരുത്താകുന്ന പദ്ധതി വേഗത്തിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് M. വിജയൻ MLA പറഞ്ഞു. വളരെ വേഗതയിൽ തന്നെ നമുക്ക് കല്ലുമ്മക്കായ ഹാച്ചറി അത് തുറന്നു കൊടുക്കാൻ പറ്റും. കല്ലുമ്മക്കായ മാത്രമല്ല, അതിനകത്ത് നമ്മുടെ പ്രദേശത്തുൾപ്പെടെ ആവശ്യമായ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിന് പുറത്തും ആവശ്യമായ വിധത്തിൽ കല്ലുമ്മക്കായയും അതോടൊപ്പം തന്നെ നമ്മുടെ മത്സ്യക്കുഞ്ഞുങ്ങളെയും വിതരണം ചെയ്യാൻ പറ്റുന്ന അത്യാധുനികമായ ഒരു സംവിധാനമായി, ഒരു ഹാച്ചറിയായി പുതിയങ്ങാടിയിലെ ഹാച്ചറി മാറുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ 95% പൂർത്തീകരിച്ചു. വളരെ വേഗതയിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് കല്ലുമ്മക്കായ ഹാച്ചറിയുമായി ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടി ലഭ്യമാക്കാനാകും. ഒപ്പം പുതിയങ്ങാടിയുടെ മത്സ്യബന്ധന മേഖലയ്ക്ക് അത് പുതിയ നാഴികക്കല്ലായി മാറും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.